ഹലോ ഹായ് ഗുഡ് മോർണിംഗ് എവരിബഡി. ഞാൻ രാവിലെ എഴുന്നേറ്റു, കട്ടൻ കാപ്പി ഇട്ടു, ദോശ ഉണ്ടാക്കുന്നു, ഇനി സാമ്പാർ ചൂടാക്കണം, അരിമോദ വെള്ളം വെക്കണം. അപ്പോൾ നമ്മുടെ ആരണ്ണ് പോകാറാകും. ഭയങ്കര മഴ, ഒരു രക്ഷയില്ല, അതിലേ കാണാവില്ല. ഇത് അകത്തെ കിച്ചണിലാണ് രാവിലെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. എന്നാന്ന് വെച്ചാൽ വർക്കേരിയയിൽ നല്ല തണുപ്പുണ്ട്, ഭയങ്കര മഴയാണ്, ഒരു രക്ഷയിൽ തോർന്നിട്ടില്ല. ഇന്നലെ വൈകുന്നേരം ഒരു 3 മണിക്ക് തുടങ്ങിയ മഴയാണ്, തോർന്നിട്ടില്ല. ഞാൻ കാണിക്കാം. രാവിലെ 7:30 വന്നിട്ട് പോലും ഇരുണ്ട് കിടക്കുന്നുണ്ടോ. ഇന്ന് ആ പണിക്കാർ വന്നാണ്ട് അവിടെ ഒരു ചെറിയ ഹമ്പ് കൊടുക്കേണ്ടിയതാണ് പുറത്തേ. പക്ഷേ ആ ഗ്രോ ബാഗ് ഇരിക്കുന്നതിൻ്റെ ഇപ്പുറത്തായിട്ട്. പക്ഷേ ഈ മഴയത്ത് എങ്ങനെ എനിക്കറിയത്തില്ല. ഇരുട്ട് കണ്ടോ, വർക്കേരിയയിൽ ഇരുട്ട് കണ്ടോ, തണുപ്പാണ്. ഞാനത് കാരണം വേണ്ട ഇങ്ങനെ അകത്ത് നല്ല മഴയാണ്. ഇന്നലെ വൈകുന്നേരം 3 മണിക്ക് തുടങ്ങി, ഇതുവരെ തോരാതിങ്ങനെ. ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയില്ല. ദോശയും ചുട്ട് വെച്ച് അരനെല്ലാം കഴിക്കാൻ എടുത്ത് വെച്ചിട്ട് കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ട് അങ്ങ് ഇറങ്ങാം, കുടയും പിടിച്ചുകൊണ്ട്. മഴ വന്നാൽ പേടിയാന്നേ. നമ്മുടെ വർഷങ്ങൾ പഴക്കമുള്ള വീടല്ലേ, വീടും പരിസരവും എല്ലാം ഇങ്ങനെ പ്രാർത്ഥിച്ച് നിർത്തിയിരിക്കുന്ന നമുക്ക് നല്ല പേടിയൊക്കെ ഉണ്ട്. പിന്നെ ദൈവമല്ലേ, അനർത്ഥമൊന്നും വരത്തില്ലല്ലോ. അപ്പോൾ ഞാൻ രാവിലെ ജോലിയൊക്കെ ചെയ്യട്ടെ. ഇന്ന് പാചകം ഒരു തോരൻ വെച്ചാൽ മതി. ഇന്നലെ കൂൺ വെച്ച് ഭയങ്കര ടേസ്റ്റായിരുന്നു. നിങ്ങൾ അതുപോലെ ചെയ്യണം. ഞാൻ വൈകിട്ടത്തേക്ക് ആഷറിന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വൈകിട്ട് വന്നപ്പം ചുമ്മാ ഞാൻ കഴിക്കാൻ പറഞ്ഞു. അപ്പം കഴിച്ചപ്പം പറയാമേ ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്ന്. നിങ്ങളൊക്കെ അങ്ങനെ വെക്കണം കേട്ടോ, നല്ല കേട്ടോ. അപ്പോൾ ശരിയേ. രാവിലെ എല്ലാ ദിവസത്തെയും പോലെ കപ്പ അങ്ങ് ഒരു പിടി ഇട്ടേക്കാം. ഇപ്പോൾ ഒരു പിടിയേ നിൽക്കത്തില്ല. ആരൻ നല്ലതായിട്ട് എന്തായാലും ഇതിൻ്റെ രുചി പിടിച്ചു കേട്ടോ, കഴിക്കുന്നുണ്ട്. ഇതാ പറയുന്നത്, പിള്ളേർക്ക് ഇതെല്ലാം നമ്മൾ കൊടുക്കണം, എന്നാലേ പിള്ളേരിതൊക്കെ കഴിച്ച് ശീലിക്കത്തുള്ളൂ. പിള്ളേർക്ക് കൊടുക്കാതെ നമ്മൾ അവർ കഴിക്കത്തില്ലായിരിക്കും. ഇപ്പോഴത്തെ പിള്ളേരല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 5 കിലോ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും. നമ്മൾ എല്ലാ സാധനവും കഴിപ്പിച്ച് ഇതിനകത്ത് കുത്തരി 2 പാർട്ടായിട്ടാണ്. ഇതിനകത്ത് കുത്തരി, ഇതിനകത്ത് പച്ചരി. ഇത് കഴിഞ്ഞ ദിവസം മേടിച്ച കുടംപുളി ചന്തയിൽ നിന്ന്, അത് കുഞ്ഞു പാക്കറ്റ്. ഉഴുന്ന്, ഇത് കപ്പ. അങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങൾ കണ്ട്. ഈ ചേര് നിറച്ച് ഞങ്ങൾക്ക് വിറകായിരുന്നേ. ഒരു ദിവസം എങ്ങനെയോ മേളിലത്തെ ചിമ്മിനിയുടെ അതിലേക്കൂടെ ഒരു എലി ഇറങ്ങി വിറകിൻ്റെ അവിടെ ഇരുന്നു. അയ്യോ, അതിൽ പിന്നെ ഞാനിപ്പം മൊത്തം വിറവെടുത്ത് വിറക് വരെ പുറത്ത് വെപ്പിച്ചു. പിന്നെ ഞാൻ എന്നിട്ട് ചിമ്മിനിയുടെ ഫുൾ എയർ ഹോൾസും കൊതുക് നെറ്റ് അടിപ്പിച്ചു. ഇതുപോലത്തെ ഇതിനെയൊക്കെ അടിച്ചിരിക്കുക. ഈ വീടിൻ്റെ ഫുൾ എയർ ഹോളും ഞാൻ കൊതുക് നെറ്റ് അടിപ്പിച്ചു. കാരണം എന്നാന്ന് വെച്ചാൽ എലിയൊന്നും കയറില്ല അതിന് വേണ്ടി. പിന്നെ എന്നിട്ട് ഞങ്ങൾക്കിവിടെ ഭയങ്കര വലിയ ആനമരമായിരുന്നു കുടംപുളിയുടെ. വർഷങ്ങളായിട്ടുള്ള. ഞാനൊക്കെ വരുമ്പോൾ ഇവിടെ ഉണ്ട്. എന്നിട്ട് ഈ 2009 അതങ്ങ് വെട്ടി. കാരണം അതിൻ്റെ വേര് തെളിഞ്ഞ് നിൽക്കുന്നേ. അപ്പം പെരപ്പുറത്തോട്ട് വീണ ഒന്നാതെ ചെറിയ പണ്ടത്തെ വീടല്ലേ, അത് കാരണം പിന്നെ ഞങ്ങളതങ്ങ് വെട്ടി. അതിൽ പിന്നെ ഇങ്ങനെ കുടംപുളി മേടിയില്ല, പക്ഷെ കാശിന് കൊള്ളത്തില്ല. നമ്മുടെ പുളിയോ തന്നെ മുഴുത്ത് ഇങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ വലിയ ഉരുണ്ട് വലിയ ആന. ഒരു കയ്യിൽ ഒരെണ്ണം എടുക്കാൻ പറ്റാത്തതല്ല പുളി. പച്ചയ്ക്ക് പഴുത്ത് കഴിയുമ്പോൾ നമ്മൾ പെറുക്കുമ്പോഴേ വെളുപ്പിനെ അമ്മ ഏത് മഴയാന്നേലും എന്തായാലും അമ്മ വെളുപ്പിനെ എഴുന്നേറ്റ്, ഞാൻ മുടിയൊന്നും ചെയ്യില്ല, ഇച്ചിരി കഴിയുമ്പോൾ ചെയ്യണം. വെളുപ്പിനെ എഴുന്നേറ്റ് അമ്മ പെറുക്കി അതെല്ലാം കഴുകി രണ്ടായിട്ട് മുറിച്ച്
ചേരിൻ്റെ പുറത്ത്, വെയിലുണ്ടെങ്കിൽ വെയിലത്തല്ല ചേരിൻ്റെ പുറത്ത് കൊണ്ട് ഇങ്ങനെ വെച്ച് ഉണക്കി അതിൻ്റെ പുറകെ അമ്മ ഇങ്ങനെ നടന്ന്, അത് നല്ലൊരു വരുമാനമായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, അങ്ങനത്തെ കാലങ്ങളൊക്കെ ആയിരുന്നു. അത് പോയിട്ടിപ്പോൾ നമ്മൾ ഈ അഴുക്കുപുളി മേടിച്ചേ 2009 മുതൽ പുളി, എപ്പോഴും ഓർക്കും ആ പുളിയുടെ രുചി. ഒരു പീസ്, കുഞ്ഞ് പീസ് കറിക്കകത്തിട്ടാൽ മതി. അതാ. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഇന്നലെ ഞാൻ മറ്റേ 3 ദിവസമായിട്ട് മിക്സ് ചെയ്ത് വെച്ച ആ സാധനം ഇല്ലേ, അത് ഞാൻ തേച്ച് തലയിൽ. പക്ഷേ കരിക്കട്ട പോലൊന്നും ആകത്തില്ല, വെറുതെ ചിരട്ട കരിച്ച് നമ്മൾ പിന്നെ അത്രയും വിഷമിച്ചെന്നല്ലാതെ. നമ്മളുടെ സാധാ ഹെന്ന ഇടുമ്പം പിന്നെ നീലയമരി ഇടുമ്പോൾ ഇച്ചിരി കൂടെ ഡാർക്ക് ആവുമല്ലോ, അത്രയേ ഉള്ളൂ. അല്ലാതെ ആ കരിക്കട്ട പോലെ ഡൈ ഇടുന്ന പോലെ ആകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ കരിക്കട്ടയ്ക്ക് മെനക്കെടണ്ട. ബാക്കി ഞാൻ കാണിച്ചില്ല 6 ഐറ്റം, അത് മാത്രം തേച്ചാൽ മതി. അപ്പോൾ പിന്നെ ഒരു 10 മിനിറ്റ് മിക്സ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ തേച്ചു. അല്ലാതെ എന്നെപ്പോലെ 3 ദിവസം വെക്കണ്ട. ഞാനത് കരിയും കൂടെ ഇട്ടതുകൊണ്ട് കരിയും കൂടെ ഒന്ന് മിക്സ് ആയിക്കോട്ടെ എന്ന് വെച്ചാൽ. അപ്പം ഒരു 10 മിനിറ്റ് മിക്സ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ തേച്ചു കേട്ടോ. നല്ല ബ്രൗൺ കളറാവേ. ബ്രൗണും പിന്നെ ആ നരയെല്ലാം അങ്ങ് മാറി നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ടിരുന്നോളൂ. അല്ലാതെ മൊത്തം ഇതിടുന്ന പോലെ കരി മറ്റേ ഡൈ തേക്കുന്ന പോലെ ആകത്തില്ല കേട്ടോ. പറഞ്ഞില്ലേ പിന്നെ നിങ്ങൾ മെനക്കെട്ടിട്ട് എന്നെ പ്രാകത്തില്ലേ. അപ്പോൾ ശരിയേ. ഇനി അരി ഉഴുന്ന് വെള്ളത്തിൽ ഇടട്ടെ. ഇപ്പം ഇന്നുണ്ടാക്കിയ ദോശയോടുകൂടി മാവ് തീർന്നു. ഇനിയിപ്പം ഇന്നും ആട്ടി വെക്കണം. ഒരു ഉച്ച കഴിഞ്ഞൊരു 4 മണിയാകുമ്പോഴത്തേക്ക് വെള്ളത്തിൽ ഇട്ടാൽ മതി. പാത്രത്തിൽ നേരത്തെ എടുത്തു വെക്കട്ടെ, അല്ലെ മറന്നു പോകും. 3 നാഴി പച്ചരിയും 1 നാഴി ഉഴുന്നും, അല്ലെന്നുണ്ടെങ്കിൽ 1.5 നാഴി പച്ചരിയും 1/2 നാഴി ഉഴുന്നും, ഇങ്ങനെ എടുത്തുള്ളൂ. കാരണം 3 നാഴിയൊക്കെ രാത്രി മഴക്കാലത്ത് അരച്ചുകൊണ്ട് നിൽക്കുകയെന്ന് വെച്ചാൽ തെരുതെരെ ഇതങ്ങ് സ്റ്റക്കായി നിൽക്കുവേ. പിന്നെ നമ്മൾ പാടാം. അത് കാരണം പിന്നെ എപ്പോഴും അരച്ചാൽ പോരെ. 1.5 നാഴി പച്ചരി 1/2 നാഴി ഉഴുന്നും തന്നെ ഞങ്ങൾക്കൊരു 3 ദിവസത്തേക്ക് ഉണ്ട്. 3 അല്ല, പിന്നെ എന്തിനാ ഒത്തിരി അരച്ച് വെക്കുന്നത്. അപ്പോൾ 1.5 നാഴി പച്ചരിയും 1/2 നാഴി ഉഴുന്നും പിന്നെ ഒരു ടീസ്പൂൺ ഉലുവ, ഇത്രയേ ഉള്ളൂ. അത് 4 മണിക്കൂറോ 5 മണിക്കൂറോ വെള്ളത്തിൽ കിടന്നാൽ മതി. ഒരു 4 മണിയാകുമ്പോൾ ഇട്ടാൽ ഒരു 8 മണിയാകുമ്പം വൈകിട്ട്, അല്ലെങ്കിൽ ഒരു 9 മണിയാകുമ്പം വൈകിട്ട് നമുക്ക് നല്ല വോൾട്ടേജൊക്കെ വരുന്ന സമയത്ത് അരയ്ക്കാം. അപ്പോൾ രാവിലെ നമുക്ക് 6 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ചൂടാൻ നല്ല ഇതായിട്ടിരിക്കും. ഞാൻ തവിയിട്ടേ കുഴക്കത്തുള്ളൂ. ഉപ്പിട്ട് ആണ് മാവ് കുഴച്ച് വെക്കുന്നത്. തവിയിട്ടേ കുഴക്കത്തുള്ളൂ. എൻ്റെ കയ്യെങ്ങാനും മുട്ടിയാൽ പൊളിച്ച് ഇടപാട് തരും അങ്ങനെ. അതുകൊണ്ട് ഞാൻ തവിയിട്ടേ കുഴക്കത്തുള്ളൂ. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയുന്നതാണ് നിങ്ങളോട് കേട്ടോ, പാചകടിയൊന്നുമല്ല. ഓക്കേ. കഴിഞ്ഞ വർഷം നമ്മളുടെ പ്ലാവയിലുണ്ടായ ചക്ക ലാസ്റ്റ് മെയ് മാസമായപ്പോൾ ലാസ്റ്റത്തെ 2 ചക്ക ഉണ്ടായിരുന്നേ. അപ്പോൾ ഒരെണ്ണം പഴിപ്പിച്ചു, ഒരെണ്ണം പച്ചയാക്കി ദേ കയറ്റി വെച്ചിരിക്കുന്ന. ഇപ്പം ഞാനത് നൂർത്തിങ്ങനെ ഫ്രീസറിൽ ഞാനതൊന്ന് പാക്കറ്റ് അങ്ങോട്ടൊന്ന് മാറ്റി വെച്ചത്. അപ്പോൾ അതിൻ്റെ കൂടൊന്ന് കീറിപ്പോയി. ഇനി വേറെ കൂടിനകത്താക്കി മാറ്റി വെക്കണം. ഇങ്ങനത്തെ 2 സിബായിലും പിന്നെ ഒരു സിബായിക്ക് പഴുത്ത ചക്കപ്പഴവും. ഞാനിപ്പോൾ ഫ്രീസറിലൊന്ന് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനായിട്ട് വന്നതാണ്. ഇറച്ചിയോ മീനോ ഒന്നുമില്ല, ഉണക്കമീനുണ്ട്. അപ്പോൾ അതെടുത്ത് ഇന്ന് ഉണക്കമീനൊന്ന് ശകലം എടുത്ത് ചതയ്ക്കണം. അത് കാണിച്ചു തരാവേ. ഞങ്ങളൊക്കെ ഉണക്കമീൻ ചതയ്ക്കുന്ന പോലെ. ഇത്രയും വശത്തിന് ഇറച്ചിയോ മീനോ വെക്കുമ്പോൾ വെക്കാം. ഞാനൊന്ന് ഒതുക്കി പെറുക്കി വെക്കുമായിരുന്നു. ഇത് അച്ചാറുകളാണ്. കാന്താരിയുണ്ട്, വടുകപ്പുളിയുണ്ട്, അല്ലാത്ത നാരങ്ങ ഉണ്ട്, കണ്ണിമാങ്ങ ഉണ്ട്. കണ്ണിമാങ്ങ ഇനി 2 കുപ്പിയും കൂടെ ഉള്ളൂ. ആ ബാക്കി ഇരിക്കുന്ന ഇത് ഓർഡറാണ്. പിന്നെ വേണ്ടേ ചെറിയ കുപ്പിയില്ലേ, ചെറിയ കുപ്പിയുടെ 2 കുപ്പിയുണ്ട്, വലിയ കുപ്പിയുടെ 1 കുപ്പിയുണ്ട്. ഓർഡർ അല്ല, എന്താ പറയുന്നത്, ഇനി വേണ്ടവർക്ക് കൊടുക്കാൻ. ബാക്കിയൊക്കെ ഓർഡർ. ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതിയേ. ഇതാണ് ഞങ്ങളുടെ ഫ്രീസർ. ഇന്നലെ നമ്മൾ കൂണല്ലേ വെച്ചേ.
ഇന്ന് നമുക്ക് ശകലം ഒരു കിഴങ്ങ് ഒരു സവാള മെഴുക്കുവരട്ടി വെക്കാം. ബാക്കി മോരുകറിയുണ്ട്, മീനിൻ്റെ ശക്കലം കൂടെ ഉണ്ട്, ചിക്കൻ വറുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് സാമ്പാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വെക്കാം. ആരൻ വരാറായിട്ടുണ്ട്. 11:30 ആരൻ 12:30 ആകും. എന്നാലും നമുക്കതൊക്കെ ഒന്ന് ചെയ്തേക്കാം അല്ലേ. ചട്ടി ചൂടായി. ഇനി ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പ്രീതി കൊച്ചേ, കടുകിടുക. ഉപ്പ് എനിക്ക് മണത്ത് നോക്കിയാൽ അറിയാം. അതെല്ലാവർക്കും പണ്ടത്തെ ആൾക്കാർക്ക് വീരത്തികൾക്കറിയാം. നമ്മുടെ പ്രീതി കൊച്ച് ഭയങ്കര ചിരിയായിരുന്നു. മണത്ത് നോക്കിയാൽ ഉപ്പറിയാമെന്ന് പറഞ്ഞപ്പം. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ലേശം മുളക് പൊടി, ഇത് മാത്രം മതി നമ്മുടെ കിഴങ്ങ് മെഴുക്ക് പുരട്ടിക്ക്. കിഴങ്ങ് അങ്ങിട്ട് കൊടുക്കട്ടെ, അല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോകും. ഒരു കൈ പോണം. തീ കുറച്ച് വെച്ചിട്ട് കിഴങ്ങ് സവാള ഇട്ട് കൊടുക്കും. ഇനി ഉപ്പിട്ട് കൊടുക്കുക. ഇളക്കാൻ മൂടി വയ്ക്കുക ലോ ഫ്ലെയിമിൽ. വെളുത്തിരിക്കുന്നതെന്നൊന്നും പറയല്ലേ, ഇത് ഉലർന്നു വരുമ്പോൾ റെഡി ആയിക്കോളും. വെള്ളം ഒഴിക്കണമെന്നില്ല, വെള്ളം വേണ്ട. ഇതിനി ലോ ഫ്ലെയിമിലാണ്. നമുക്കിനി ഒന്ന് മൂടി വെച്ചേക്കാം. ഓക്കെ. വെള്ളം വേണമെങ്കിൽ, വെന്തില്ലെങ്കിൽ പിന്നെ ഒഴിക്കാം. വെള്ളം വേണ്ട, വെള്ളം ഒഴിച്ചാൽ ടേസ്റ്റും. ഓക്കെ. ഉണക്ക നങ്ക് അല്ലെ മാന്തൾ ഇത് ഞാൻ കഞ്ഞിവെള്ളത്തിൽ ഇട്ടിരിക്കുമായിരുന്നേ. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞ് ഈ തലഭാഗമൊക്കെ ഒന്ന് ക്ലീനാക്കി കഷ്ണമാക്കി വറുത്തെടുക്കും. എന്നിട്ട് കാണിച്ചു തരാവേ ചതയ്ക്കുന്ന എങ്ങനെയാണേ. കണ്ടോ, എന്നാ സൂപ്പർ മെഴുക്കുവരട്ടിയാണ്. കണ്ടോ, ഇങ്ങനെയാണ് കിഴങ്ങ് മെഴുക്കുവരട്ടി വെക്കേണ്ടത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഇതുപോലെ മെഴുക്കുവരട്ടി വെച്ച് കൊടുക്കുക. ഒരു ശകലം പോലും വെള്ളം ഒഴിക്കാതെ ഒരു മുഴുവൻ ചോറും കഴിക്കും കേട്ടോ. ഓക്കെ, അടുത്ത പരിപാടിയായിട്ട് വരാം. ഉണക്കമീൻ ചതയ്ക്കുക. ഇത് കണ്ടോ, നമ്മുടെ മുറ്റത്തിടുന്ന ഇതെടുത്ത് തൽക്കാലം രതീഷ് ഡൈനിങ് ഹാളിൻ്റെ അവിടെ കെട്ടിവെച്ച്. മൊത്തം വൃത്തികേടൊക്കെ ആണെന്നേ ഉള്ളൂ, സാരമില്ല. കയറും പടുതായ ഫുള്ള്. ഇച്ചിരി കൂടെ തോരണം തൂക്കിയല്ലേ. അല്ല, നിങ്ങളുടെ വൃത്തികേട് മാറ്റാൻ പോകുമ്പോൾ ഞാൻ പടുതായിട്ട് കിടക്കേണ്ടി വരും. ശരി തന്നെയാ. എന്താ കുഞ്ഞെ, എന്ത് പൈസ ഇതിനിട്ട് മുടക്കുന്നത്. ആണല്ലേ. നമുക്കിത് ക്ലിയർ ചെയ്യണേണ്ടല്ലോ. ഉണയം കിടന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെ ഞാൻ വരും, പിന്നെയും താഴെ വരും. അല്ല, നമുക്ക് ഈ ഭാഗത്ത് പടുതായിടണോ? ഇവിടെ 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 അല്ലേ നമ്മുടെ നേരെ പോയി ചോരുന്നത്. ഇവിടെ നമ്മുടെ ഡൈനിങ് ഹാളില്. നമ്മുടെ ജയക്കൊച്ചു പറഞ്ഞ പോലെ കല്ലേലൊക്കെ തൊടാത്തവര് കല്ലേലിരിക്കുന്ന സാധനമെല്ലാം മാറ്റി കഴുകി പെറുക്കി എന്താരേയും കാര്യങ്ങളുമാ. ഞാൻ രാവിലെ പറഞ്ഞില്ലായിരുന്നോ ഉണക്കമീൻ ചതയ്ക്കുന്ന കാണിക്കാമെന്ന്. ഉണക്കമീൻ വറുത്ത് വെച്ചിരിക്കുന്നു. ഉണക്കമുളക് വറുത്തു, ചെറിയ ഉള്ളി വറുത്തൊന്നുമില്ല, പച്ചയ്ക്ക് അതാ ടേസ്റ്റ്. പിന്നെ തേങ്ങ. നമുക്ക് ഇത്രയും ഒന്ന് ചതച്ച് വെക്കാം. ഉണക്കമീനായതുകൊണ്ട് ഉപ്പ് വെക്കണ്ട കേട്ടോ. അപ്പോൾ അവിടെ ഇരിക്കട്ടെ. ആദ്യമേ ഉണക്കമീനൊന്ന് ചതയ്ക്കാം. ഇങ്ങനെ വെച്ച് ഉണക്കമീൻ കാണാമോ? കാണാമല്ലോ അല്ലേ. അപ്പുറത്ത് വെച്ചിരിക്കുന്നതും കാണാമല്ലോ. അപ്പോൾ ആദ്യമേ ഉണക്കമീനൊന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുക്കണം. ഇത് 1 വർഷത്തോളമായി ഫ്രീസറിൽ ഒരു കണ്ടെയ്നറിനകത്ത് ഞാൻ അടച്ചു വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ രാവിലെ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് ഞാൻ
ഉപ്പ് കളഞ്ഞു വന്നിട്ട് ഉപ്പ് പോയിട്ടില്ല. ഇനി ഇതിൻ്റെ ഒരു കഷ്ണം കൂട്ടി കിഴങ്ങ് മെഴുക്കോട്ടിയും കൂട്ടിയാണ് ഉച്ചയ്ക്ക് കഴിച്ചതേ. ഉപ്പൊന്നും അങ്ങനെ പോയിട്ടില്ല, ഒത്തിരി പോയിട്ടില്ല, ആവശ്യത്തിന് പോയിട്ടുണ്ട്. കാരണം നമ്മൾ ഉപ്പ് വെക്കാതെ ചതയ്ക്കുന്നുണ്ട്. തേങ്ങായും ഇതും എല്ലാം കൂടെ ആകുമ്പോൾ ഇത്രയും ഉപ്പുള്ള നല്ലത്. ഇങ്ങനെ ഒന്ന് പൊടിയേ ചെയ്യാവേ, ഒത്തിരി അങ്ങ് കണ്ടമാനം പൊടിയുണ്ട് കേട്ടോ. ഇത് എന്നിട്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇതങ്ങോട്ട് തള്ളി മാറ്റി വയ്ക്കാം. ഇങ്ങനെ ഇരുന്നിട്ട് അടുത്തത് ഉള്ളി ചതയ്ക്കാവേ. ഉള്ളി തെറിച്ച് പോയിരിക്കാൻ ഒരു ശകലം തേങ്ങായും കൂടെ ഒന്ന് വെച്ച് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി. വലിയ ചതഞ്ഞ് പോലെ. പണ്ടൊക്കെ വീട്ടിൽ സ്ഥിരം പരിപാടിയല്ലേ ഇത്, എല്ലാ ദിവസവും രാവിലെ 11 മണിയാകുമ്പോൾ, അവധിക്കാലത്ത് മഴക്കാലത്തൊക്കെ വൈകിട്ട് കഞ്ഞിയും പയറുക. ഞാൻ പറഞ്ഞിട്ടില്ലേ, കഞ്ഞിയും പയറും അല്ലാതെ ഞങ്ങൾക്ക് വൈകിട്ട് താല്പര്യമേ ഇല്ല. നിർബന്ധമോ, ഭയങ്കര നിർബന്ധം. പിന്നെ എന്നാ ഉണ്ട് വേറെ വിശേഷം? മഴയൊക്കെ ഉണ്ടോ? എൻ്റെ പൊന്നോ, ഞങ്ങൾക്ക് 24 മണിക്കൂർ മഴ. ഇപ്പം ഞാൻ രാവിലെ മേസ്ത്രി ചേട്ടനൊന്ന് വന്ന് ഒരു ബമ്പ് ഉണ്ടാക്കാനുണ്ടായിരുന്നേ. അതുണ്ടാക്കിയപ്പം അതൊന്ന് മൂടിയിട്ടിരിക്കുക, പ്ലാസ്റ്റിക് ഇട്ടേ. അപ്പം പ്രാർത്ഥിച്ചിങ്ങനെ എൻ്റെ ആവശ്യത്തിന് ഞാൻ മഴ പെയ്യിപ്പിക്കും. എൻ്റെ ആവശ്യത്തിന് ഞാൻ പ്രാർത്ഥിച്ചും മഴ പെയ്യിപ്പിക്കും, പ്രാർത്ഥിച്ചും വെയിലും വരുത്തിക്കും. സാമർത്ഥ്യക്കാരി. നിന്റെ പെടലി ഞാൻ കണ്ടിക്കൂടാ, അധികം താമസമില്ല. ഇതുപോലെ നീ എന്നെ നോക്കി അധിക പ്രസംഗി കാണിക്കുന്നേ. കുറേ നേരമായി ഞാനിതേ വറുത്ത് വെച്ചിട്ടേ. അയ്യോ, ചളികളാന്നായിപ്പോയി. ഇനിയിപ്പോൾ എന്നാ എടുക്കും? എന്നാന്നറിയാവോ, കുറച്ച് നേരമായി, 3 മണിക്കൂറോ 4 മണിക്കൂർ, 3-4 മണിക്കൂറായി. എന്നാന്നറിയാവോ, ഇന്നലെ ഓടിൻ്റെ പുറത്ത് കയറാനായിട്ട് ഇന്നലെ ഞാൻ തെന്നി വീണ് നടുവടിച്ചു. നിങ്ങളോട് പറഞ്ഞില്ലല്ലേ, മറന്നുപോയി. നടുവടിച്ച് ഡൈനിങ് ഹാളിൽ ആലച്ചും കെട്ടി രാത്രി ഒരു 8 മണിയായപ്പോൾ. ശരിക്ക് പറ്റി എനിക്ക് കേട്ടോ. എന്നിട്ട് അപ്പം ഇന്ന് ഓടിൻ്റെ പുറത്ത് കയറി ചോരുന്ന വെള്ളം അവിടെ കിടന്ന് ഞാൻ കണ്ടില്ലെന്നേ. തെന്നി ഒരു മുറിയിൽ നിന്ന് ഞാൻ അപ്പുറത്തെ മുറി എൻ്റെ കാല് എന്നെന്ന് പറയുമ്പോൾ നോർത്ത് നോക്കിയേ. പക്ഷേ ഇതേ നല്ല ഗരിയിലാന്നിരുന്നപ്പം ചെയ്തിരുന്നെങ്കിൽ ഇത്രയും കിടന്ന് അരക്കായിരുന്നു. നമ്മൾ ചതച്ച് വിടുകയോ ഇത് കണ്ടോ. എന്നിട്ട് വീണിട്ട് എൻ്റെ പൊന്നോ, എനിക്ക് രാത്രി ഭയങ്കര ഒരു നല്ല ചതവായിപ്പോയി. തലയടിച്ചില്ല, ഭാഗ്യം. അന്നേരം ഒരു ഓടെ കയറുന്ന പയ്യൻ ഞാൻ വിളിച്ച് രാവിലെ, അന്നേരം വരാമെന്ന് പറഞ്ഞ് വന്നു. അവനപ്പോൾ ഓടെ കയറാൻ വന്നപ്പം ഈ മുളക് വറുത്തതും എല്ലാം കൂടെ അവിടെ വെച്ചിട്ട് ഞാൻ മൂടി വെച്ചിട്ട് അതിൻ്റെ പുറകെ നടന്നു. മേസ്തിരി ഒരു വശേ, ഈ പയ്യൻ ഒരു വശേ. ആരണം ആഷറും ആഷർ ഉച്ചയ്ക്ക് ഇതുവഴി വന്നു. ആഷറിന് എൻ്റെ കോഴി ആഷർ ഉച്ചയ്ക്ക് ഇതുവഴി വന്നു. പക്ഷെ ആഷർ 10 മിനിറ്റ് ഉറങ്ങാൻ വന്നതാണ്. അവന് രാവിലെ
ഭയങ്കര ഉറക്കപ്പിച്ചായിരുന്നു. അന്നേരം ആശറിനോട് അങ്ങനെ പറയാണ്. പിന്നെ ആരൻ മേസ്തിരിയുടെ പുറകെ നടക്കുന്നു. പിന്നെ ഞാനും ആരനും മേസ്തിരി എല്ലാം കൂടെ കൂടി ഓടിൻ്റെ പുറത്ത് കയറുമ്പം നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ട, തെന്നി കിടക്കുമല്ലേ. ഇനി അതൊരു യുക്തി ആക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത മഴയ്ക്ക് അറിയാൻ ചോരുമെന്ന്. കോഴി അഹങ്കാരി എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ അഹങ്കാരി. കൊടുക്കാൻ പ്രായമായില്ല. ഇച്ചിരി കൂടെ ഒരു മാസവും കൂടെ കഴിഞ്ഞ ഒരു 3 കിലോയൊക്കെ ആവും. ഇപ്പോൾ ഒരു 1.5 കിലോ ഒക്കെ ആയിട്ടുള്ളൂ. കിലോയ്ക്ക് 200 വെച്ച് കിട്ടും. നമ്മൾ 3 കിലോയുടെ ഒരു കോഴി കൊടുത്താൽ 600 രൂപ കിട്ടും. അതൊന്നും എനിക്ക് മുതലാവുകയല്ല. ഞാൻ ഈ കണ്ട തീറ്റയെല്ലാം കൊടുത്ത് അറക്കപ്പൊടിയൊക്കെ ആഴ്ചയിൽ 5 ചാക്ക് വെച്ച് വാങ്ങിച്ച് അതിൻ്റെ കീഴയിലൊക്കെ ഇട്ട്, പിന്നെ കോഴിവളവും കൊടുത്ത് കോഴിയേയും കൊടുത്ത് അങ്ങനെയൊക്കെ ആയാലേ വലിയ ലാഭമൊന്നുമില്ല. നമുക്ക് മുട്ട കിട്ടിയാൽ അത്രയേ ഉള്ളൂ. മുട്ടയിടാൻ തുടങ്ങിയിട്ടില്ല. പിടക്കോഴിയെ കൊടുക്കത്തില്ല. പൂവൻകോഴി 35 എണ്ണം വാങ്ങിച്ചിട്ട് ആ പന്നൻ എനിക്ക് 25 പൂവൻകോഴിയാണ് തന്നെ. എന്നാ പറ്റീരാൻ നോക്കി. ഇനി ആ 25 എണ്ണത്തിൽ ഒരു 3 എണ്ണം നിർത്തി ബാക്കിയെല്ലാം കൊടുക്കണം. ഒത്തിരി വേണ്ടല്ലോ. പെടയ്ക്കൊരു കൂട്ടിന് 10 പെടയേ ഉള്ളൂ. പെടയ്ക്കൊരു കൂട്ടിന് 3 എണ്ണം മതി. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒത്തിരി അരയ്ക്കണ്ടേ. നമ്മുടെ ഇങ്ങനെ ചതച്ചു വിടാം. അല്ല നമ്മുടെ ഉള്ളി അങ്ങ് ഇതായിപ്പോയാൽ ടേസ്റ്റ് ഇല്ല. ഇതൊന്ന് മിക്സ് ആയാൽ മതി. പഠിച്ചല്ലോ എല്ലാവരും. ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ പൊന്നോ, ഇതിൻ്റെ മണം. ചിലർ കറിവേപ്പില ഇടുവേ. പക്ഷെ എനിക്ക് കറിവേപ്പില ഇടുമ്പോൾ വേറെ കറിവേപ്പിലയുടെ മണം മുന്നിൽ നിൽക്കും. ഉണക്കമ്മീൻ്റെയും ആ ഉണക്കമുളകിൻ്റെയും പച്ച ഉള്ളിയുടെ ഒക്കെ മണം വന്നാലേ ഒരു ടേസ്റ്റുള്ളൂ, ഒരു സുഖമുള്ളൂ. കറിവേപ്പിലയുടെ മണം വന്നാൽ എനിക്കിഷ്ടമല്ല. കറിവേപ്പില ചമ്മന്തിക്ക്, നമ്മുടെ പുളി ചമ്മന്തി, തേങ്ങാ ചമ്മന്തിക്ക് മതി. നമ്മൾ ഓട്ട് വെച്ച് ഇങ്ങോട്ട് മാറ്റി. ഒട്ടും കളയില്ല. പ്രഷ്യസ് സാധനം. അപ്പം ഇത് വടിച്ചെടുത്ത് ഇനി ഏറ്റവും വലിയ പരിപാടി കല്ല് കഴുകി തുടച്ച് വൃത്തിക്കിടണം. എൻ്റെ പൊന്നോ, ഈ ഉണക്കമീനും ഇച്ചിരി ചക്കുക്കുരുമാങ്ങായും. ഞാനിങ്ങനെ നൊസ്റ്റാൾജിയയുടെ ആളാണ്. ഇത് ഇനിയിപ്പോൾ നമുക്കെടുത്ത് കണ്ടെയ്നറിൽ വെക്കണം. കണ്ടെയ്നറിൽ വെക്കണം. സൂക്ഷിച്ച് നമ്മൾ വൈകിട്ട് ഉണക്കപ്പയുടെ കൂടെ കഴിച്ചിട്ട് ബാക്കിയെടുത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. ഉപ്പ് ഒത്തിരിയാണോ അതോ കുറവാണോ എന്ന്. കുറവാണേലും ഞാൻ ഇടത്തില്ല. ഉപ്പ് കുറച്ച് മതി. ഇങ്ങനെ എടുത്തിട്ടൊന്ന് ഈ ഉള്ളി, രണ്ടേയും മുളകിൻ്റെ ഇത്, ഇച്ചിരി തേങ്ങ, ഇച്ചിരി ഉണക്കമീൻ, ഇതെല്ലാം കൂടെ ഒന്ന് കഴിച്ചു നോക്കുക. അയ്യോ, എൻ്റെ അമ്മു, എൻ്റെ അപ്പൻ വൈകിട്ട് കട അടച്ചിട്ട് വരുമ്പോൾ ചൂട് കപ്പ വേവിച്ചതും ഇതൂടെ കൊടുക്കണം. പാവം കട്ടൻ ചായയും. ഒരു കാലം കഴിച്ചോളും. ഞങ്ങളൊക്കെ ഇങ്ങനത്തെ ഭക്ഷണത്തിൻ്റെ ആൾക്കാരാണ്, നാടൻ ആൾക്കാരാണ്. പ്രത്യേകിച്ച് എൻ്റെ അമ്മ പാലക്കാരിയല്ലേ. ഞങ്ങൾ നല്ല കാന്താരിയും പച്ചമുളകും വെച്ച് നമ്മൾ ഉണക്കമീൻ ചതയ്ക്കും. പക്ഷെ എനിക്കിതാ ഇഷ്ടം, ഉണക്കമുളക് വെച്ച്. അപ്പോൾ എന്താ, നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ എങ്ങനെയൊക്കെ കഴിക്കണം. പാപ്പയെ ഇപ്പം ഓടെ കയറാൻ വന്ന് ചേർക്കാൻ പറയാം, അമ്മ കഴിക്കുന്ന ആഹാരമാണ് മോനെ നല്ലത്. ആരെന്നോട് പറഞ്ഞു കൊടുക്കുക, കപ്പയെ ഇങ്ങനത്തെയൊക്കെ കഴിക്കണം.
ഇതിങ്ങനെ ഒരു വടിയും നക്കുമൊക്കെ എനിക്കുണ്ട്. സൂപ്പറാണ്. അപ്പോൾ ഇതുകൊണ്ട് മൂടി വെച്ചിട്ട് ഇതൊന്ന് കഴുകി വിടട്ടെ കേട്ടോ.